ഗൈസ് അൽപ്പു എന്തോ പരിപാടിയൊക്കെ പോയേക്കാണ് ചുണ്ടൻ. ഗൈസ് നമുക്ക് ചുണ്ടിന്റെ കളർ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഷീസ് എ കൈൻഡ് ഓഫ് ഇതൊക്കെ ഇടോടി ഞാൻ ഇടോടി. ഗൈസ് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് സ്ട്രീക്സിൻ്റെ ഈ ഒരു ഹെയർ കളറാണ്. ഇതിൻ്റെ കളർ ഏതാ, ഡീറ്റെയിൽസ് ഏതാന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ പണിയായുധങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് നോക്കൂ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള പെട്ടിയാണോ കിട്ടിയെന്ന്. ഒരിക്കലുമല്ല ഗൈസ്. അമ്മ ഓൾറെഡി അവളുടെ തലയിൽ പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയെന്ന് കണ്ടപ്പോൾ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു കണ്ടീഷണർ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള ബ്രഷ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഇത് മെയിൻലി ഇതിൻ്റെ ഒപ്പം അയച്ചൊരു ഷീറ്റാണ് ഗൈസ്. ഇത് ഓരോ കളേഴ്സും എങ്ങനെ വരുമെന്ന്. നമ്മുടെ കളർ സത്യത്തിൽ ഈ വൈബ്രൻറ്റ് ബ്ലോണ്ടാണ്, ബട്ട് ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. ഒരു സോഫ്റ്റ് ബ്ലോണ്ടിൻ്റെ ഒരു ടച്ചൊക്കെയാണുള്ളത്. ഇനി എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാവുമെന്ന്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കളർ ഷീറ്റും ഇതിൻ്റെ ഒപ്പം അയച്ചിട്ടുണ്ട്. സാധനങ്ങളാണ്. പിന്നെ ഇത് നമ്മുടെ ഫോയിൽ പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഗൈസ് നമ്മൾ ആദ്യമേ ബ്ലോണ്ടേ പൗഡറാണ് നമ്മൾ എടുത്തു. ബ്ലോണ്ടേ പൗഡറിൻ്റെ ഒപ്പം നമുക്ക് ഡെവലപ്പറാണ്. ഈ ഡെവലപ്പർ 9% ആണ്. ഇതിൻ്റെ കളർ വോളിയം എന്തെങ്കിലും ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ മിക്സ് ചെയ്തു. ഈ മുടിയിലാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദിസ് ഹെയർ. പണ്ട് ഹെയർ കളർ ചെയ്തതിൻ്റെ കുറച്ച് കളേഴ്സൊക്കെ ഇതിലുണ്ട് എവിടേക്കോ. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അതേ സ്ഥലത്തൊക്കെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്ലൗസ് ഇട്ടു. ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചീറ്റി പോകാൻ സാധ്യതയുള്ള കളറായതുകൊണ്ട് ഫ്രണ്ടിലേക്ക് അധികം ചെയ്യുന്നില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രാൻഡ് മുടി നമ്മളെടുത്തു. സ്ട്രാൻഡ് ഓഫ് മുടിയിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്തു. ആളെ പിള്ള അറഞ്ചം പുറഞ്ഞ കളർ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു. നമ്മളിത് ഫോൾഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. മേലെ ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ അതുപോലെ നമ്മൾ എല്ലാ സ്റ്റാൻഡിലും ചെയ്യുകയാണ്. പിന്നെ ഇവിടുന്ന് ഒരു പോർഷൻ നമുക്ക് എടുക്കാം. ഇവിടുന്ന് ഒരു പോർഷൻ എടുത്തു. നമ്മൾ അവിടെ കുറച്ച് അവിടെ ഇവിടെ മാത്രം കേട്ടോ. ഇതാണ് ഗൈസ് റിസൾട്ട്. നമ്മളൊരു 1/2 മണിക്കൂർ വെച്ചു, കഴുകി ഉണക്കി ഡ്രൈ ചെയ്തു. ഡ്രൈ ആയപ്പോൾ ഇങ്ങനെയാണ് കളർ വന്നേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്കിത് അടുത്ത് നമ്മൾ ഈ കളറിൻ്റും ഈ ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ 6% ആട്ടോ ഡെവലപ്പറിൻ്റെ വോളിയം. ഗൈസ് ഇതിപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കിത് ആക്കി നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, സമയം എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മടി കയറുമല്ലോ. സോ ഈ സ്റ്റെപ്പ് ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കുന്ന പോലെ, ഗ്ലൗസ് ഒന്നും ഇടാൻ വയ്യ, എല്ലാം ഉടായ്പ തട്ടിക്കൂട്ടുകളാണ്, പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഇനി നമ്മൾ ശരിക്കും സ്റ്റോപ്പ് എടുത്തില്ല. ലോകമടിച്ചാണ് ഞാൻ ഗൈസ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അത്ഭുതപ്പെടാനുള്ളൂ.
വേണ്ടാന്ന് ഞാൻ അത് വെച്ചതാണ്. പിന്നെ നിങ്ങളെ ആദ്യമേ ഞാൻ പ്രൊഡക്ട്സ് കാണിച്ചല്ലോ, അപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല അത് എന്തിനായിരുന്നു. ചെയ്തില്ല നിങ്ങൾ വിചാരിക്കും ഷീസ് എ കൈൻഡ് ഓഫ് ഇതൊക്കെ ഇടൂടി ഞാൻ ഇടൂടി തൊക്കെ ഇടുന്നു. വ്ലോഗറാണ്, വ്ലോഗർ വളർന്ന് വരുന്ന ഒരു വ്ലോഗറാണ് ഗൈസ്. യുവ വ്ലോഗറാണ് ഗൈസ്. വരൂ ഹെൽപ്പ് ചെയ്യൂ. ഇങ്ങനെ കോലം കിട്ടിയതിന് പ്രതികാരം തീർക്കണം. ഗൈസ് നമുക്ക് ചുണ്ടിന്റെ കളർ ഇങ്ങനെയൊക്കെയാണ്. ഗൈസ് ഗൈസ് എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല. എന്താ നിനക്ക്? തല മുതൽ കാൽ വരയ്ക്കും.